മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊക്കെ മുൻപ് ഒരു റൊണാൾഡോ ഉണ്ടായിരുന്നു. ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ഏറ്റവും ഡേഞ്ചറസ് സ്ട്രൈക്കർ റൊണാൾഡോ നസാരിയോ. ബോള് കിട്ടിയാൽ ഡിഫൻഡേഴ്സിനൊക്കെ പാനിക്കായിരുന്നു. ഗോളിക്ക് റെഡിയാവാൻ പോലും സമയം കൊടുക്കാറില്ല. സ്പീഡ്, സ്കില്ല്, ഫിനിഷിംഗ്, കംപ്ലീറ്റ് പാക്കേജ്. ലോകം മുഴുവൻ അദ്ദേഹത്തെ അൺസ്റ്റോപ്പബിൾ എന്ന് വിളിച്ചു. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറി. ഒരു സീരിയസ് ഇഞ്ചുറി. റിക്കവറി കഴിഞ്ഞ് കംബാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ വീണ്ടും ഒരു ഡിസാസ്റ്റർ. പറ്റേലാർ ടെൻഡൻ റപ്ചർ. ഫുട്ബോളിൽ ഏറ്റവും സീരിയസ് ആയ നീ ഇഞ്ചുറിയിൽ ഒന്ന്. ഗ്രൗണ്ടിൽ വേദനയോടെ വീണ റൊണാൾഡോയെ കണ്ടപ്പോൾ പലരും പറഞ്ഞു ഇനി അവന് കംബാക്ക് ചെയ്യാൻ പറ്റുമോ. ഫാൻസിന്റെ പ്രതീക്ഷ മുഴുവനും പോയി. പക്ഷേ റൊണാൾഡോ ഒരു കാര്യം മാത്രം ചെയ്തു: റിഹാബ്. എക്സസൈസ് ആഫ്റ്റർ എക്സസൈസ്, പെയിൻ ആഫ്റ്റർ പെയിൻ. നോ ഷോർട്ട് കട്ട്സ്, നോ എക്സ്ക്യൂസസ്, ജസ്റ്റ് ഹാർഡ് വർക്ക്. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് ഫുട്ബോളിലെ ബിഗ്ഗസ്റ്റ് സ്റ്റേജ് 2002 വേൾഡ് കപ്പ്. 8 ഗോൾസ്, ഗോൾഡൻ ബൂട്ട്. ഫൈനലിൽ ജർമ്മനിക്കെതിരായി 2 ഗോൾ. ബ്രസീലിനെ വേൾഡ് ചാമ്പ്യൻസ് ആക്കി. അവന്റെ ഇഞ്ചുറി അവനെ സ്റ്റോപ്പ് ചെയ്തില്ല. റിഹാബ് അവനെ സ്ട്രോങ്ങർ പ്ലെയർ ആക്കി. റിഹാബ് ഒരിക്കലും ഈസിയല്ല, പക്ഷെ ട്രസ്റ്റ് ചെയ്താൽ, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ കംബാക്ക് എപ്പോഴും പോസിബിൾ ആണ്.